അടുത്ത വർഷം നടക്കുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗോളടി വീരന്മാരായ എംബാപ്പയും ഹാളണ്ടും ഒരേ ഗ്രൂപ്പിൽ വന്നു എന്നതാണ്. അർജന്റീനയുടെ ഗ്രൂപ്പിൽ ആരൊക്കെ, ബ്രസീലിന്റെ ഗ്രൂപ്പിൽ ആരൊക്കെ, പോർച്ചുഗലിന്റെ ഗ്രൂപ്പിൽ ആരൊക്കെ, നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രൂപ്പ് എയിൽ ആതിഥേയരായ മെക്സിക്കോക്കൊപ്പം സൗത്ത് ആഫ്രിക്ക, കൊറിയ, പിന്നീട് ഡെൻമാർക്ക്, നോർത്ത് മാസിഡോണിയ, ചെക്ക് റിപ്പബ്ലിക്, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്നിവയിൽ ഒരു ടീമും കൂടി ഉൾപ്പെടും. ഗ്രൂപ്പ് ബിയിലാണെങ്കിൽ കാനഡ, ഖത്തർ, സ്വിറ്റ്സർലൻഡിനൊപ്പം ഇറ്റലി, നോർത്തേൺ അയർലൻഡ്, വെയിൽസ്, ബോസ്നിയ ടീമുകളിൽ ഒന്നുകൂടി ഉണ്ടായിരിക്കും. ഇനി ഗ്രൂപ്പ് സിയിലാണെങ്കിൽ ബ്രസീലിനൊപ്പം മൊറോക്കോ, ഹെയ്തി, സ്കോട്ട്ലൻഡ് ടീമുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ഡിയിലാണെങ്കിൽ ആതിഥേയരായ USA-ക്കൊപ്പം പരാഗ്വെ, ഓസ്ട്രേലിയ എന്നിവരും തുർക്കി, റൊമേനിയ, സ്ലോവാക്യ, കൊസോവോ എന്നിവയിൽ ഒരു ടീമും കൂടി ഉൾപ്പെട്ടിരിക്കും. ഗ്രൂപ്പ് ഇയിലാണെങ്കിൽ ജർമ്മനി, കുറസോവോ, ഐവറി കോസ്റ്റ്, ഇക്വഡർ ടീമുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സ്, ജപ്പാൻ, ടുണീഷ്യ ടീമുകൾക്കൊപ്പം ഉക്രൈൻ, സ്വീഡൻ, പോളണ്ട്, അൽബേനിയ എന്നിവയിൽ ഒരു ടീമും കൂടി ഉൾപ്പെടും. ഗ്രൂപ്പ് ജിയിലാണെങ്കിൽ ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലാൻഡ് ടീമുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് എച്ചിലാണെങ്കിൽ സ്പെയിൻ, കേപ്പ് വെർദെ, സൗദി അറേബ്യ, ഉറുഗ്വേ ടീമുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ്, സെനഗൽ, നോർവേ ടീമുകൾക്കൊപ്പം ഇറാഖ്, ബൊളീവിയ, സുരിനെയിം എന്നിവയിൽ ഒരു ടീമും കൂടി ഉൾപ്പെട്ടിരിക്കും. ഗ്രൂപ്പ് ജെയിൽ അർജന്റീനയ്ക്കൊപ്പം അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ ടീമുകൾക്കൊപ്പം കോങ്കോ, ജമൈക്ക, ന്യൂ കാലിഡോണിയ എന്നിവയിൽ ഒരു ടീമും കൂടി ഉൾപ്പെടും. എൽ ഗ്രൂപ്പിലാണെങ്കിൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഘാന, പനാമ ടീമുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അർജന്റീനയ്ക്ക് താരതമ്യേന എളുപ്പമുള്ള ഒരു ഗ്രൂപ്പാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയാം. എന്നാൽ ബ്രസീലിനെ കുറിച്ച് കടുപ്പമാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിലെ സൂപ്പർ പെർഫോമൻസുകാരായ മൊറോക്കോ അവരോടൊപ്പം ഉണ്ട്. ഇംഗ്ലണ്ടിനൊപ്പം ക്രൊയേഷ്യ ഉൾപ്പെട്ടിരിക്കുന്നു. ഫ്രാൻസിനൊപ്പം നോർവേ ഉൾപ്പെട്ടിരിക്കുന്നു. ഗ്രൂപ്പുകളെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ നമുക്ക് പിന്നീടുള്ള വീഡിയോകളിൽ കൂടി പരിശോധിക്കാം.